അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചർച്ച ചെയ്തിരുന്നു. അതിൽ വിശദമായി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ വരികയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അഗാനി റുആത്ത് എന്ന ചാപ്റ്ററിലെ കവിതയാണല്ലോ. ആ കവിതയിലെ ഓരോ വരിയുടെയും ആ ഓരോ വരികൾ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തന്നിട്ട് വരി തിരഞ്ഞെടുക്കാനൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് വരിക. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ഇഖ്റ ഇസ്സത്തറൽ ആത്തിയ, താഴെയുള്ള വരികൾ വായിക്കാം. വഖ്തരിൽ അജൂബ, ഉത്തരങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തത് വസ്വബ തുർഖിസു ഔറാഖ സുഹൂരിൽ യാബിസ, അല്ലേ? ഉണങ്ങിയ പൂക്കളെയും അതിൻ്റെ ഇലകളെയും എന്ത് ചെയ്യുന്നു? വസ്വബ, ആ ഒരു ഇളം കാറ്റ് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു എന്നാണ്. ഇതിൽ നിന്ന് ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ജംഉ കലിമത്ത് വറക്ക്, വറക്ക് എന്നതിൻ്റെ ജം എന്താണ്? വറക്ക് എന്നതിൻ്റെ ജം എന്താണ്? അപ്പോൾ മുകളിലുള്ള ആ വരി നോക്കുക. അപ്പോൾ അതിൽ വറക്കും ജമ്മ് ഔറാഖ് എന്നതാണ്. അടുത്ത ചോദ്യം മുലാരിയു കലിമത്ത് അർക്കസ, അർക്കസയുടെ മുലാരി എന്താണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ഉത്തരം തുർക്കിസു എന്നാണ്, അല്ലേ? അർക്കസ യുർക്കിസു, തുർക്കിസു. ഓക്കെ. ദെൻ മുത്തറാദിഫ് കലിമത്ത് ജാഫ, മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ ഒരു പര്യായ പദം, ഒരേ അർത്ഥം വരുന്ന പദം. ജാഫ എന്നർത്ഥം വരുന്ന മറ്റൊരു പദം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലുള്ളത് യാബിസ എന്നതാണ്. ഓക്കെ. ഇനി മാദ തുർക്കിസ് ഔറാഖ സുഹൂരി, ഈ പൂക്കളുടെ ഇലകളെ ആരാണ് എന്ത് ചെയ്യുന്നത്? എന്താണ് ഡാൻസ് ചെയ്യിപ്പിക്കുന്നത്? അപ്പോൾ എന്താണ് ഉത്തരം? വസ്വബയാണ്, അല്ലേ? വസ്വബ, ഇളം കാറ്റ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, ഒന്നാമത്തെ ചോദ്യം അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കാം. അതേപോലെ ഒരു വരി തന്നിട്ട് ഫാത്തമത്ത് സഹറു വ ത്വയ്റു വ അംവാജുൽ മിയാഹ് എന്നതിൽ നിന്നുള്ള ചോദ്യമാണ്. മുഫ്രദു കലിമത്ത് തുയൂർ, തുയൂർ എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? തുയൂർ, ത്വയ്റുൻ ജമ്മു തുയൂറാണ്. അപ്പോൾ ത്വയ്റാണ് അതിൻ്റെ മുഫ്രദായിട്ടുള്ളത്. അടുത്തത് ജംഉ കലിമത്ത് മൗജ്, മൗജ് എന്നതിൻ്റെ ജം എന്താണ്? അപ്പം അംവാജ് എന്നാണ് ഉത്തരം. അടുത്തത് മുത്തറാദിഫ് കലിമത്ത് തഹറക്ക, തഹറക്കയുടെ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം എന്താണ്? തമത്വ എന്നാണ്, തമത്വ. ഓക്കെ. ദെൻ മാലി കലിമത്ത് യത്തമത്ത, യത്തമത്ത എന്നതിൻ്റെ മാലി എന്താണ്? അപ്പം നേരത്തെ ഉത്തരം തന്നെയാണ് ഇതിൻ്റെ ഉത്തരവും, തമത്ത എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. അടുത്തത് അതുപോലെ വത്ബഈനി യാ ഷിയാഹി ബൈന അസ്റാബി തുയൂർ, ആ ഒരു കവിതയിൽ നിന്ന് വത്ബഈനി യാ ഷിയാഹി ബൈന അസ്റാബി തുയൂർ, അതിലെ മുഫ്രദ് കലിമത്ത് സിർബ്, സിർബ് എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? അസ്റാബ് എന്നതാണ്, അല്ലേ? മുഫ്രദ് സിംഗുലർ. ജമ്മു കലിമത്ത് ഷാത്ത്, ഷാത്ത് എന്നതിൻ്റെ പ്ലൂരൽ ജം എന്താണ്? ഷിയാഹ് എന്നതാണ് അതിൻ്റെ ജം. അടുത്തത് മുത്തറാദിഫു ഖിറാഫ്, ഖിറാഫ് എന്നർത്ഥം വരുന്ന മറ്റൊരു പദം ഏതാണ്? മറ്റൊരു പദം, ഖിറാഫിൻ്റെ മറ്റൊരു പദം ഏതാണ്? ഷിയാഹ് എന്നത് തന്നെയാണ്, അല്ലേ? അടുത്തത് ഡാഷ് മാനാവ് ജമാഅത്തു തുയൂർ, ഡാഷ് അതിൻ്റെ അർത്ഥം എന്താണ്? ജമാഅത്തു തുയൂർ, പക്ഷികളുടെ ഒരു കൂട്ടം എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതാണ് ആ പദം? അസ്റാബ് എന്നതാണ് അത് ആ പദം, അല്ലേ? അസ്റാബിൻ്റെ അർത്ഥമാണ് ഏത്? ജമാഅത്തു തുയൂർ എന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഇനി അതേപോലെ ഒന്ന് രണ്ടു കവിതകളും കൂടെ നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് കവിതയുടെ വരികൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ PDF നോക്കിയിട്ട് നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം ഉണ്ടാകും നമുക്ക്, വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം തിരഞ്ഞെടുക്കാനോ ആശയം തന്നിട്ട് വരികൾ തിരഞ്ഞെടുക്കാനോ ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. ഇഖ്തർ മിനസ്സുത്തൂരി, വരികളിൽ നിന്ന് ഇഖ്തർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, മിനസ്സുത്തൂരി വരികളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മാ യുവാഫിക്കു ലി മഅന തസ്രീഹി, മാ യുവാഫിക്കു യോജിക്കുന്നത്, ലി മഅന തസ്രീഹി ആശയത്തിൻ്റെ അർത്ഥത്തോട്, ആശയത്തിൻ്റെ അർത്ഥം, ആശയമാണ് അവിടെ ഒരു കള്ളിയിൽ തന്നിട്ടുള്ളത്. ആ ആശയത്തോട് യോജിക്കുന്ന വരി ഏതാണോ താഴെ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ. ഈ ആശയം തിരഞ്ഞെടുക്കുമെന്ന് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ അതിൻ്റെ അർത്ഥം അറിയണം, അല്ലെങ്കിൽ ഒരേ പദങ്ങൾ വരുന്ന വരികളുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ദെൻ ഇവിടെ യന്തശിറു നൂറു, പ്രകാശം പരക്കുന്നു, ഫി അർജാ ഇൽ മുദലിമത്തി, ഇരുട്ടുള്ള പ്രദേശങ്ങളിൽ പ്രകാശം പരക്കുന്നു എന്നതാണ് ഇവിടെയുള്ള
ആശയം. ഇനി ഇതിനോട് യോജിക്കുന്ന വരി ഏതാന്ന് താഴ്ന്ന് നോക്കാം. വറുബ തഹലുമു ഫി ദില്ലി ഉസൂനി മാഇസ വസ്വബ തുർഖിസു ഔറാഖ സുഹൂരിൽ യാബിസ വാ തഹാദൻ നൂറു ഫി തിൽക്കൽ ഫിജാജി ദാമിസ. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ അല്ലേ, ഇതിൻ്റെ അർത്ഥം കിട്ടാതെ തന്നെ നമുക്ക് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എന്ത് കിട്ടും? നൂറ് എന്നത് വന്നത് നമുക്ക് കാണാം അല്ലേ, നൂറ് അല്ലേ. മറ്റൊരു 2 വരിയിൽ നൂറില്ല, അപ്പം നൂറ് അവിടെ ഉണ്ട്. എങ്കിലും നമുക്ക് അങ്ങനത്തെ ചിലപ്പോൾ ഒക്കെ അങ്ങനെ നമുക്ക് ശരിയാകും. അല്ലെങ്കിൽ നമ്മൾ അർത്ഥം ശരിക്കും നോക്കുക. വാ തഹാദൻ നൂറു അല്ലേ, തഹാദൻ നൂറു പ്രകാശം എന്ത് ചെയ്യുന്നു? ആ ഒരു പിന്നെ പരക്കുന്നു. ഫി തിൽക്കൽ ഫിജാജി ദാമിസ, ആ ഇരുളടഞ്ഞ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യും? പ്രകാശം പരക്കുന്നു എന്നതാണ്. അപ്പോൾ ഇതിൽ ജീമാണ് ഉത്തരം, മൂന്നാമത്തതാണ് ഇതിൽ ഉത്തരമായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമുക്ക് യഅ്തി സ്വബാഹു, പിന്നെ പ്രഭാതം വരുന്നു. ബി ബഹാഇഹി വ ജമാലിഹി, അതിൻ്റെ ഭംഗിയോടെ എന്ത് ചെയ്യുന്നു? പ്രഭാതം വരുന്നു. വ യുസയ്യിനുൽ കൗന, അത് ലോകത്തെ ഭംഗിയാക്കുന്നു. ബിൽ ജമാലി, അതിൻ്റെ ഭംഗി കൊണ്ട് അത് ലോകത്തെയും എന്ത് ചെയ്യുന്നു? പിന്നെ അലങ്കരിക്കുന്നു എന്നതാണ്. ഇതിൽ നമുക്ക് വരികൾ ഏതാ നമുക്ക് നോക്കാം. ഫാതമത്ത സഹറു വ ത്വയ്റു വ അംവാജുൽ മിയാഹ്. അവിടെ അടുത്തത് അക്ബല സുബ്ഹു ജമീലൻ യംലഉൽ ഉഫുഖൽ ബഹാ. അടുത്തത് വസ്വബ തുർഖിസു ഔറാഖ സുഹൂരിൽ യാബിസ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അക്ബല സുബ്ഹു അല്ലേ, സുബ്ഹ് മുന്നിട്ട് വരുന്നു. ജമീലൻ ഭംഗിയോടെ. യംലഉ അത് നിറക്കുന്നു. അൽ ഉഫുഖ ചക്രവാളത്തെ നിറക്കുന്നു അഥവാ ലോകത്തെ നിറക്കുന്നു. ബഹാ അതിൻ്റെ ഭംഗിയെ നിറക്കുന്നു അല്ലേ. അപ്പോൾ ഈ 2 അർത്ഥം 2 വരിയിലും ഒരേ പദങ്ങളുണ്ട്. ഒന്ന് ജമാലുണ്ട്, മറ്റൊന്ന് ബഹാ ഉണ്ട്, മറ്റൊന്ന് സുബഹുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ വരികൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി താഴെയുള്ളത് നോക്കാം. തആലൈ മഇ യാ ഷിയാഹി, ആട്ടിൻകുട്ടികളെ നിങ്ങൾ എൻ്റെ കൂടെ വരിക. നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം. ബിത്തൊബിഅത്തി പ്രകൃതിയെ നമുക്ക് ആസ്വദിക്കാം. മ അസ്റാബി തുയൂറ് പക്ഷിക്കൂട്ടങ്ങളോടൊപ്പം. ഇതിനോട് യോജിച്ച വരി ഏതാണെന്ന് നമ്മൾ താഴെ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, അവിടെ ഒന്നാമത്തെ വംലഇ വാദി സ്വാഅൻ വ മിറാഹൻ വ ഹുബൂർ വസ്മഇ ഹംസ സവാഖി വൻഷിഖി ഇത്ര സുഹൂർ. അടുത്തത് വത്ബഈനി യാ ഷിയാഹി ബൈന അസ്റാബി തുയൂർ. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ വത്ബഈനി നിങ്ങൾ എന്നെ പിന്തുടരൂ, യാ ഷിയാഹി ആട്ടിൻപറ്റങ്ങളെ, ബൈന അസ്റാബി തുയൂർ പക്ഷിക്കൂട്ടങ്ങൾക്കിടയിലൂടെ. അവിടെ നമുക്ക് കണ്ടെത്താൻ ഒന്ന് ഷിയാഹ് എന്നുള്ളൊരു പദമുണ്ട്, മറ്റൊന്ന് അസ്റാബ് തുയൂർ എന്നതും ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതേപോലെ മറ്റൊരു ചോദ്യമാണ്. ഇവിടെ സന്ദർഭങ്ങൾ പറഞ്ഞിട്ട് വരികൾ തന്നിട്ട് അതിൻ്റെ സന്ദർഭങ്ങളോട് അനുബന്ധിച്ചുള്ള വരികൾ തിരഞ്ഞെടുക്കാൻ പറയും. ഓക്കെ, നമുക്ക് താഴെ നോക്കാം. അവിടെ ഒരു 5 വരികൾ തന്നിട്ടുണ്ട്. 5 സന്ദർഭങ്ങളും 5 പിന്നെ ഓരോ സന്ദർഭങ്ങളും തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. ഒന്ന് അക്ബല സുബ്ഹു യുഗന്നി. അക്ബല സുബ്ഹു സുബ്ഹ് വരുന്നു. യുഗന്നി പാട്ടുപാടി ലിൽ ഹയാത്തിൻ നാഇസ അല്ലേ. പിന്നെ അടുത്തത് വാ തഹാദൻ നൂറു ഫി തിൽക്കൽ ഫിജാജി ദാമിസ വംലഇൽ വാദി സ്വാഅൻ വ മിറാഹൻ വ ഹുബൂർ വസ്വബ തുർഖിസു ഔറാഖ സുഹൂരിൽ യാബിസ ഫ അഫീഖി യാ ഖിറാഫി വ ഹലുമ്മി യാ ഷിയാഹ്. ഈ വരികളോട് ഈ പിന്നെ സന്ദർഭങ്ങൾ ഏതാണെന്ന് കണ്ടെത്താനാണ്. റഖ്സു ഔറാഖ സുഹൂരി. റഖ്സു ഔറാഖ സുഹൂരി പൂക്കളുടെ ഇലകളുടെ എന്ത് ഡാൻസ്, അതിനെക്കുറിച്ച് പറയുന്ന വരി ഏതാണെന്നാണ് ചോദിക്കാം. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. ഔറാഖ് സുഹൂർ പറയുന്നത് എവിടെ നോക്കാം, എന്നിട്ട് അതിന് കണ്ടെത്തല്ലേ. അത് അവിടെ തന്നിട്ടുണ്ട്. ദാല് 4ാമത്തെ വരി വസ്വബ തുർഖിസു ഔറാഖ് സുഹൂരിൽ യാബിസ. അടുത്തത് ഇസ്തിഖാദു ഷിയാഹി, ആട്ടിൻപറ്റങ്ങളുടെ ഉണരൽ. ആ ഉണരുന്നതിനെക്കുറിച്ച് പറയുന്ന വരി ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് നമുക്ക് അവസാനത്തതിലെ ഹാ ഫ അഫീഖി യാ ഖിറാഫി, ആട്ടിൻകുട്ടികളെ നിങ്ങൾ പിന്നെ എന്താ പറയുക, പിന്നെ ഉണരുക. വഹലുമ്മി നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് വരിക. യാ ഷിയാഹി ആട്ടിൻപറ്റങ്ങളെ എൻ്റെ കൂടെ നിങ്ങൾ പെട്ടെന്ന് വരിക എന്ന് പറയുന്ന ആ ഒരു വരിയാണ് ആടുകളുടെ ഉണർച്ചയെ, അവരുടെ എഴുന്നേൽക്കലിനെ പറയുന്നത്.
അടുത്തത് മൂന്നാമത്തത് ബിദായത്ത് യോമിൻ ജദീദിൻ, പുതിയ ഒരു ദിവസത്തിൻ്റെ തുടക്കം, പുതിയ ദിവസത്തിൻ്റെ തുടക്കം പറയുന്നത് ഫസ്റ്റ് വരി തന്നെയാണ് അല്ലേ. അക്ബല സുഹ്ബുഹു യുഗന്നി ലിൽ ഹയാത്തിൻ നാഇസ. അടുത്തത് ഇന്തിഷാറുൻ നൂർ, പ്രകാശത്തിൻ്റെ വ്യാപനം, അതിൻ്റെ ഒരു വ്യാപനത്തെ പറയുന്ന ഒരു വരി ഏതാണ്? വാത്തഹാദൻ നൂറു ഫീ തിൽക്കൽ ഫിജാജി ദാമിസ, ആ ഇരുളടഞ്ഞ പ്രദേശങ്ങളിലൊക്കെ പ്രകാശം പരക്കുന്നു എന്ന് പറയുന്ന വരിയാണ്. അടുത്ത് സൗത്തു ഷിയാഹി, ആടുകളുടെ സൗണ്ട്, ആ സൗണ്ടിനെ കുറിച്ച് പറയുന്ന വരി ഏതാണ്? വംല ഇൽവാദി സ്വാഅൻ വാമിറാഹൻ വഹുബൂർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം. ഇത്രയാണ് നമുക്ക് ആ ഒരു പാഠഭാഗത്തുനിന്ന് പറയാനുള്ള ചോദ്യങ്ങളുള്ളത്. ഓക്കെ, ഇനി മറ്റൊന്ന് നമ്മൾ ഈ പാഠഭാഗത്തിൽ വരുന്ന മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ കവിയുടെ പ്രൊഫൈൽ തരും. ആ കവിയെക്കുറിച്ച് തർജമത്തുൽ ഹയാത്ത് തന്നിട്ട് കവി, അത് ഏത് കവിയാവാം അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചായിരിക്കും, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ഒരു 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരും. നോക്കൂ, ഇഖ്റ ഇൽ ഫിഖറത്ത, ഈ പാരഗ്രാഫ് വായിക്കാം. വ അൻഷി, ഉണ്ടാക്കാം. മിൻഹ, അതിൽ നിന്ന് സലാസത അസ്ഇല, 3 ചോദ്യങ്ങൾ. ഇവിടെ ചോദ്യം വായിക്കുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം കിട്ടാനും കൂടിയാണ് ഇങ്ങനെ വായിക്കുന്നത് കേട്ടോ. സലാസത അസ്ഇല, 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ബി ഇസ്തിഖ്ദാമി അദവാത്തുൽ ഇസ്തിഫാമിൽ ആത്തിയ, താഴെയുള്ള അദവാത്തുൽ ഇസ്തിഫാം ചോദ്യചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട്. അവിടെ ചോദ്യചിഹ്നങ്ങൾ തന്നിട്ടുള്ളത് മൻ, ആര്, മ, എന്ത്, മത്ത, എപ്പോൾ, ഐന, എവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരുടെ കുറിച്ചാണ് എന്നുള്ളത് ആദ്യം വായിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ. ഒന്ന് മൻ എന്നതാണ്. അപ്പോൾ ആദ്യം വായിക്കാം. അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി ഷാഇറുൻ തൂനിസിയുൻ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒന്നാമത്തെ നമുക്ക് ചോദ്യം ഉണ്ടാക്കാം, മൻ ഹുവ അബുൽ ഖാസിമു ഷാബി. ഓക്കെ, അങ്ങനെ മൻ അല്ലെങ്കിൽ മൻ ഹുവന്നോ അല്ലെങ്കിൽ മൻ അബുൽ ഖാസിമു ഷാബി എന്ന് ചോദിച്ചാലും എന്തായി, ചോദ്യമായി. അടുത്ത് മ എന്നാണ് അല്ലേ, മ. അപ്പം ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ദീവാൻ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ വായിച്ച് നോക്കിയാൽ എന്ത് കിട്ടും? മ ദീവാനു അബുൽ ഖാസിമു ഷാബി എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. അവിടെ ലാസ്റ്റത്തെ രണ്ടാമത്തെ വരിയിലുണ്ട് ഫീദി ജുമിഅത്ത് അഷ്ആറുഹു ഫി ദീവാനി അഗാനിൽ ഹയാത്ത്. അഗാനിൽ ഹയാത്ത് എന്ന ദീവാനിൽ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യമാക്കാം, മാ ദീവാനു അബുൽ ഖാസിം ഷാബി, അബുൽ ഖാസിം ഷാബിയുടെ ദീവാൻ ഏതാണ്? ഇനി വേറൊന്നും വേണമെങ്കിൽ ചോദിക്കാം. എല്ലാവരെ കുറിച്ച് പറയുമ്പോഴും ഏകദേശം അവരുടെ രചനകൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മാ മുഅല്ലഫാത്തുഹു അല്ലെങ്കിൽ മാ മുഅല്ലഫാത്തു, അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ഖാസിം ഷാബി അല്ലേ, ഇങ്ങനെ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അല്ലെങ്കിൽ മാ മാഹിയ എന്നൊക്കെ ചേർത്ത് കൊടുക്കാം. മറ്റൊന്ന് മത്ത എന്നാണ്. മത്ത എന്നത് നമുക്ക് ഫസ്റ്റത്തെ വരിയിൽ നിന്ന് തന്നെ ചോദ്യം ഉണ്ടാക്കാം. മത്ത എപ്പോൾ, മത്ത വുലിദ അല്ലേ, വുലിദ അദ്ദേഹം ജനിച്ച വർഷവും അതുപോലെ ഡേറ്റും വർഷവും അതുപോലെ സ്ഥലമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്തയും ഐനും ഉപയോഗിച്ച് അവിടെ ചോദ്യം ഉണ്ടാക്കാം. മത്ത വുലിദ അബുൽ ഖാസിം ഷാബി, അതുപോലെ ഐന വുലിദ അബുൽ ഖാസിം ഷാബി. ഇങ്ങനെ നമുക്ക് ഒരു 3 ചോദ്യം 4 ചോദ്യമൊക്കെ നമുക്ക് അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് താഴെയും തന്നിട്ടുള്ളത്. ഇഖ്റ ഇൽ ഫിഖറത്ത് വായിക്കാം. വ അൻഷ് മിൻഹ, അതിൽ നിന്ന് ഉണ്ടാക്കാം. സലാസത അസ്ഇല, 3 ചോദ്യങ്ങൾ. ബി ഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാമി, താഴെയുള്ള ഇസ്തിഫാമിൻ്റെ പദങ്ങൾ ഉപയോഗിച്ചിട്ട്. അവിടെ തന്നിട്ടുള്ളത് തന്നെയാണ് മൻ, മാത, മത്ത, ഐന. അപ്പോൾ നമുക്ക് ഒന്നാം മൻ എന്നുള്ളത് ചോദിച്ചാൽ വുലിദ ജലീൽ ഖസ്അൽ ഫി ബഗ്ദാദ സന 1960 അല്ലേ, 1960 ബഗ്ദാദിലാണ് ജലീൽ ഖസ്അൽ ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് തന്നെ ചോദിക്കാം. മൻ ഹുവ ജലീൽ ഖസ്അൽ, മൻ ഹുവ ജലീൽ ഖസ്അൽ, ജലീൽ ഖസ്അൽ ആരാണ് ചോദിക്കാം. ചോദ്യചിഹ്നം ഇടണം. ചോദ്യചിഹ്നം നമ്മൾ ചോദ്യം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഇടാൻ മറക്കരുത്. അടുത്ത ചോദ്യം മാത, എന്താണ്? ഓക്കെ, മാത എന്നുള്ളതിന് നമുക്ക് എന്തൊരു ചോദ്യം ഉണ്ടാക്കാം. ഇവിടെ അവസാന വരിയിൽ തുർജിമത്ത് അഅ്മാലുഹു, അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ എന്ത് ചെയ്യപ്പെട്ടു, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇലൽ ലുഅത്തിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ഭാഷയിലേക്കും, വൽ അൽമാനിയ
ജർമ്മൻ ഭാഷയിലേക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമുക്കവിടെ ചോദിക്കാം, മാത തുർജിമത്ത് ഇലൽ ലുഅത്തിൽ ഇൻജിലീസിയ. മാത എന്താണ്, തുർജിമത്ത് എന്ത് ചെയ്തത്, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ഇലൽ ലുഅത്തിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. നമുക്കവിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഇനി അതേപോലെ മറ്റൊന്നാണ് മത്ത. അപ്പോൾ മത്ത വെച്ചിട്ട് എപ്പോൾ എന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ മത്ത വുലിദ ജലീൽ ഖസ്അൽ. അടുത്തത് ഐന വുലിദ ജലീൽ ഖസ്അൽ എന്ന് നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അടുത്തത് നമുക്ക് വരുന്നത് ഒരു പ്രൊഫൈൽ എഴുതാൻ, പ്രൊഫൈൽ തന്നിട്ട് ബയോഡാറ്റ പൂർത്തിയാക്കാനായിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു പ്രവർത്തനമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, അദ്ദേഹത്തിൻ്റെ ആരുടേതാണോ തരുന്നത് അവരുടെ പൂർണ്ണമായ ഡീറ്റെയിൽസ് വായിക്കാം, എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നമുക്ക് അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി ഷായിറുൻ തുനീഷ്യക്കാരനായിട്ടുള്ള ഒരു കവിയാണ്. വുലിദ ബി ഖറിയത്ത് ഷാബിയ സന 1909. ദറസ ഉലൂമഹുൽ ഊല ഫിൽ മദാരിസ് തഖ്ലീദിയ. ഹഫിളൽ ഖുർആന ഫി ഉംരിഹി التاسع. درس في كلية الحقوق التونسي. ترك تراثا فخما من الشعر في مدة وجيزة. جمعت أشعاره في ديوان أغاني الحياة ونشرت بعد وفاته. توفي سنة 1934 وعمره لم يتجاوز 25 عاما. അല്ലേ? ഇത് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഇസ്മുൽ കാമിൽ കണ്ടെത്തണം, ആമുൽ മിലാദ് കണ്ടെത്തണം, അതുപോലെ ഷാബിയ എന്താണെന്ന് കണ്ടെത്തണം, പിന്നെ ദിറാസത്ത് കണ്ടെത്തണം, ദീവാന് കണ്ടെത്തണം, പിന്നെ 25 വർഷം എന്നുള്ളത് എന്താണെന്ന് കണ്ടെത്തണം, പിന്നെ ലാസ്റ്റുള്ളത് എന്താണെന്ന് കണ്ടെത്തണം. ഇങ്ങനെയാണ് നമുക്ക് പിന്നെ ഇതിലുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി എന്നാണ്. അല്ലേ? അടുത്തത് ആമുൽ മീലാദ്, ജനിച്ച വർഷമാണ്. ആം എന്ന് പറഞ്ഞാൽ വർഷം. അപ്പോൾ 1909 അദ്ദേഹം ജനിച്ചത്, മീലാദി. അല്ലേ? ഇനി അടുത്ത് ഷാബിയ എന്നാണ്. അപ്പോൾ ഷാബിയ എന്നത് എന്താ നോക്കുക. നമ്മൾ ആ ഫസ്റ്റത്തെ വരി വായിക്കുമ്പോൾ വുലിദ ബി ഖറിയത്ത് ഷാബിയ എന്ന സ്ഥലത്ത് ജനിച്ചു. അപ്പോൾ ജനിച്ച സ്ഥലമാണ്. അപ്പോൾ മക്കാനുൽ മീലാദ് എന്നാണ് പറയുക. അല്ല, ജനിച്ച സ്ഥലത്തിന് മക്കാനുൽ മീലാദ്. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. പിന്നെ ദിറാസത്താണ്, പഠനം. അപ്പോൾ അദ്ദേഹം എവിടെ പഠിച്ചു എന്ന് പറയുന്നതാണ്. ദറസ എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്, അതിന് ശേഷം പറയുന്നതാണ് ആ പഠനത്തിൻ്റെ നേരെ എഴുതേണ്ടത്. ദറസ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഫി കുല്ലിയത്തിൽ ഹുഖൂഖ് തൂനിസിയ. അല്ലേ? അദ്ദേഹം പഠിച്ചത് അവിടെ അല്ലേ, ഫി കുല്ലിയത്തി ഹുഖൂഖ് തൂനിസിയ, ടുണീഷ്യൻ ലോ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അടുത്ത ദീവാനുഹു, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് താഴെ വരുന്നുണ്ട്. ജുമിഅത്ത് അഷ്ആറുഹു, അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫി ദീവാനി അഗാനിൽ ഹയാത്ത് എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ. അപ്പോൾ ആ ദീവാനിൻ്റെ പേരെന്താണ്? അഗാനിൽ ഹയാത്ത്. പിന്നെ അദ്ദേഹം 25 വർഷം എന്ന് കാണിക്കുന്നുണ്ട്. ആ 25 വർഷം എന്താണ്? അവിടെ താഴെ ലാസ്റ്റിൽ ഉംറുഹു, അദ്ദേഹത്തിൻ്റെ വയസ്സ് ലം യതജാവസ്, വിട്ട് കടന്നിട്ടില്ല, 25 ആമൻ. അല്ലേ? അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ 25 വയസ്സെന്നുള്ള അദ്ദേഹത്തിൻ്റെ വയസ്സാണല്ലോ 25 എന്നുള്ളത്. അപ്പോൾ ഉംറുഹു എന്നവിടെ ചേർത്ത് കൊടുത്താൽ മതി, ഉംറുഹു. ഇനി അദ്ദേഹത്തിന് ലാസ്റ്റ് 2 കള്ളി ഒഴിവാണ്. അവിടെ എന്താ നമ്മൾ എഴുതേണ്ടത്? ആമുൽ വഫാത്താണ്. അദ്ദേഹം മരിച്ച വർഷമാണ് ആമുൽ വഫാത്ത്, മരിച്ച വർഷം. അവിടെ 1934 എന്ന് ഉത്തരത്തിൽ എഴുതുകയും ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കത് പൂർത്തിയാക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ ഇവിടെ താഴെ അടുത്ത പേജുകളിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലാസ്റ്റിൽ, നമുക്ക് ഈ പേജിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഒരു ചോദ്യമുണ്ട്. ഏതാണ് ഈ ചോദ്യം? എന്താ? ഇത് മുദക്കിറതൻ അൻ ജമാലി തൊബിയത്തി ഫി ഖറിയത്തിന. നമ്മുടെ നാടിൻ്റെ പ്രകൃതിയെക്കുറിച്ച്, നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് ഒരു മുദക്കിറ തയ്യാറാക്കാനാണ്. അത് ഭംഗിയായിട്ട് നമ്മളെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു PDF അതിൻ്റെ ഉത്തരമുണ്ട്. വേണമെങ്കിൽ ഇതും പഠിക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മളെ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതും പഠിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒക്കെ ഉത്തരങ്ങളാണ്, ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസ് ഉത്തരങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ അജീബ എന്നുള്ള പേജിൽ തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ ഉത്തരങ്ങൾ ശരിയല്ലേ എന്ന് നോക്കി നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്.
ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ ചോദ്യങ്ങളുണ്ടാക്കിയ മൻ മാ മത്ത ഐന, അതുപോലെ മൻ മാത മത്ത ഐന ഇതിനൊക്കെ ചോദ്യങ്ങളുണ്ടാക്കിയത് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ അബുൽ ഖാസിം ഷാബി എന്നവരുടെ ആ ഒരു പ്രൊഫൈൽ പൂരിപ്പിച്ചത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഖറിയത്തിനെ കുറിച്ച് നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് ഇവിടെ കാണുന്നുണ്ട്. ഇതോ അല്ലെങ്കിൽ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയതോ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ.